ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്, വളരെ പ്രധാനപ്പെട്ട രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെ പറ്റി ഗൗരവമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഫീഹാ, ഈ രാത്രിയിൽ, ലൈലത്തു ബറാഅ എന്നാണ് അതിന്റെ തഫ്സീർ പറയുന്നത്. ബറാഅത്തിന്റെ രാത്രിയിൽ യുഫ്രഖു, തീരുമാനിക്കപ്പെടും, കുല്ലു അംരിൻ ഹകീം, ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് മലക്കുകളിലേക്ക് ഏൽപ്പിക്കപ്പെടും. അല്ലാഹു നമ്മുടെ നന്മകൾ വിധിക്കുമാറാകട്ടെ. അതിനുവേണ്ടി 3 യാസീൻ ഓതിയവരാണ് നമ്മൾ. ആയുസ് നീളണം, ബർക്കത്തുണ്ടാവണം, വിജയികളിൽ എഴുതണം. ഹദീസിൽ കാണാം, ബറാഅത്തിന്റെ രാത്രി കഴിഞ്ഞു. ഒരുത്തൻ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഒരുത്തൻ പീഡിയോദ്ഘാടനത്തിന് വെച്ചിട്ടുണ്ട്, വീടുദ്ഘാടനം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ വസ്മുഹു മക്തൂബും ഫിൽ മൗതാ, ബറാഅത്തിന്റെ രാത്രിയിൽ അവനെ ഈ വർഷം മരിക്കുന്നവരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നു. അല്ലാഹു നമുക്ക് നീണ്ട ആയുസ് നൽകുമാറാകട്ടെ. ഈ രാത്രിയിൽ ഈ വർഷം മരിക്കുന്നവരിൽ അല്ലാഹു നമ്മുടെ പേരെഴുതാതിരിക്കട്ടെ. നമുക്കിനിയും ജീവിക്കണം, ജീവിക്കാനുള്ള താല്പര്യമല്ല, മറിച്ച് ഈ കാലം വരെ ജീവിച്ചിട്ട് ആഖിറത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ നമ്മൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം, എന്നെങ്കിലും ഒരു ഫത്ഹ് ഉണ്ടാകും, എന്നെങ്കിലും റബ്ബുമായി ബന്ധപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് പറയുകയാണ്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സഹോദരന്മാരെ, ഈ രാത്രി വളരെ ഗൗരവമുള്ളതാണ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിൽ പറയുന്നു, ഈ രാത്രി ചെറിയതല്ല. ഇന്ന് കഴിവതും നന്മകൾ അധികരിപ്പിക്കണം, ഇന്ന് കഴിവതും ദിക്റുകൾ ചൊല്ലണം, ഇന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് രാത്രികളിൽ അല്ലാഹുവിനോട് കരഞ്ഞു പറയണം, വിശുദ്ധ ഖുർആൻ ഓതണം, തസ്ബീഹ് നിസ്കരിക്കാൻ ഇമാം ഫിശ്നി തങ്ങൾ തന്റെ തുഹ്ഫത്തുൽ ഇഖ്വാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്ന് രാത്രിയിൽ തസ്ബീഹ് നിസ്കരിക്കണം, നന്മകൾ അധികരിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, യാ ഹയ്യ് യാ ഖയ്യൂം ചൊല്ലണം. ഇങ്ങനെ കഴിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഞാനൊരു ഉസ്താദിനോട് നാളെ ചോദിക്കാൻ നിൽക്കരുത്, ഇന്ന് കഴിയുന്ന ദിക്റുകളൊക്കെ ഒന്ന് ചെയ്യൂ നമ്മുടെ വാത് കഴിഞ്ഞു പോയ ശേഷം. എന്നിട്ട് അത്താഴം കഴിച്ച് നാളെ നോമ്പ് നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ കാന നിസ്ഫു മിൻ ശഅബാൻ, ശഅബാൻ 15 ആയാൽ ഫസുമു ഫഖൂമു ലൈലഹാ, ആ രാത്രിയിൽ നിങ്ങൾ കഴിവതും നിസ്കരിക്കണേ. 2 റക്അത്ത് 4 റക്അത്ത് 8 റക്അത്ത് അങ്ങനെ നിസ്കരിക്കുക. രാത്രിയിൽ കുറെ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ഫാത്തിഹ ഓതുക, അങ്ങനെ നിസ്കരിക്കുക, പിന്നെയും ഫാത്തിഹ ഓതുക, സൂറത്ത് വേണമെങ്കിൽ ഓദിക്കുക. അങ്ങനെ കുറച്ച് റക്അത്തുകളൊക്കെ വാത് കഴിഞ്ഞു പോയി നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് 3 കാര്യങ്ങൾ പറയണം. പടച്ചവനെ, വിജയിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ പേരെഴുതണം. ഇന്നത്തെ അവസ്ഥ, ഇന്ന് മഗ്രിബ് മുതൽക്ക് സുബഹിന്റെ ഇടയിൽ അതാ പലരുടെയും പേരുകളെ പരാജയപ്പെട്ടവരിൽ എഴുതുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചിലരെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ എഴുതുന്നു. അല്ലാഹു എന്നെയും നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ മക്കൾ, നമ്മുടെ സഹോദര സഹോദരിമാർ, ഉസ്താദുമാര്, തിൽമീദന്മാര്, നമ്മുടെ സ്നേഹിതന്മാര്, സഹോദരന്മാര്, നമ്മുടെ സദസ്സിലുള്ള സഹോദര സഹോദരിമാർ, മക്കളടക്കം എല്ലാവരെയും അല്ലാഹു വിജയികളിൽ എഴുതുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് എത്ര ആയുസാണ്, നമ്മുടെ ആയുസിന്റെ അവസ്ഥ എഴുതുന്നു. അല്ലാഹു നമുക്ക് നീണ്ട ആയുസ് എഴുതുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാ നന്മയും ഈ രാത്രി എഴുതുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ റിസ്ഖും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മലക്കുകൾ ഏൽപ്പിക്കപ്പെടുന്ന രാത്രിയാണ്. അതുകൊണ്ട് സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, യാസീൻ ഒരു നിയ്യത്ത് വെച്ച് ഓതിയാൽ അത് ലഭിക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. അഥവാ ഒരു നിയ്യത്തുണ്ടെങ്കിൽ യാസീൻ ഓതൽ സുന്നത്താണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഈ 3 നിയ്യത്ത് വെച്ചുകൊണ്ട് യാസീൻ ഓതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ആരിഫീങ്ങൾ ചെയ്തു പോകുന്ന അമലാണ്. ഈ തുഹാഫ് സാദാത്ത് എന്ന ഗ്രന്ഥത്തിൽ കാണാം, നിഹായത്തുൽ ആമിൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ സൂറത്തു ദുഖാൻ മഗ്രിബിന്റെ ഇടയിൽ ഓതാത്തവർ ഇന്ന് ചെന്നിട്ട് ഓതണം. അറിയുമെങ്കിൽ അത് വലിയ പുണ്യമുള്ള സൂറത്താണ്. ഒരു രാത്രിയിൽ സൂറത്തു ദുഖാൻ ഓതിയാൽ എത്രയോ മലക്കുകൾ അവനിക്ക് പൊറുക്കല്ല തേടുമെന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയുന്നു. ഈ രാത്രിയെങ്കിലും അതോതി മലക്കുകളുടെ ഒരു പ്രാർത്ഥന കിട്ടിയാൽ ഇന്ന് നിർബന്ധമായും നമുക്ക് ആ പ്രാർത്ഥന കിട്ടേണ്ടവരാണ്. നമ്മളൊക്കെ പാവങ്ങളാണ് സഹോദരന്മാരെ, നമ്മുടെ കയ്യിലൊന്നുമില്ല. മഹാന്മാരായ ഔലിയാക്കൾ കരഞ്ഞത് നമ്മൾ കേട്ടില്ലേ? നമ്മളൊക്കെ അവസ്ഥ എന്താണ്? അല്ലാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുമൂ നഹാറഹാ, നിങ്ങൾ ബറാഅത്തിന്റെ പകലിൽ നോമ്പ് നോക്കൂ, അത് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട അഹ്മദുർ റംലി തങ്ങൾ അവിടുത്തെ ഫതാവയിൽ പറയുന്നു. ബറാഅത്ത്
ബറാഅത്തിന്റെ നോമ്പ് സുന്നത്താണ്. ഫതാവ റംലിയിൽ നമ്മുടെ പൊന്നാനിയിലെ കിതാബിൽ കാണാം. ഉസ്താദിന്റെ റൂമിലുള്ള ഫതാവ റംലി എടുത്തു നോക്കിയാൽ അതിൽ കാണാം അതാ ബറാഅത്തിന്റെ പകലിൽ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. ഇതൊക്കെ നിഷേധിക്കുന്ന കാലമാണ്. നാം അതിലൊന്നും പെട്ടുപോകരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം റംലി തങ്ങൾ പറയുന്നു. ആരാണ് റംലി എന്നറിയുമോ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉസ്താദായ ഇബ്നു ഹജർ തങ്ങളുടെയും ഉസ്താദാണ് റംലി തങ്ങൾ. ആ അഹ്മദ് റംലി തങ്ങൾ അവരാണ് പറയുന്നത് വൽ ഹദീസു ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത തൊട്ട് മുമ്പ് ഞാൻ ഓതിയ ഈ ഹദീസ് യുഹ്തജ്ജു ബിഹി, അത് തെളിവിന് പറ്റിയ ഹദീസാണ്. അത് മുസ്ലിം ഉമ്മത്തിന് അമൽ ചെയ്യാൻ പറ്റിയ ഹദീസാണ്. വഹാബികൾ അതാ അവരുടെ ബിദ്അത്തിന്റെ പേരിൽ എല്ലാം നിഷേധിച്ച കൂട്ടത്തിൽ ബറാഅത്ത് നോമ്പ് നിഷേധിച്ചു, മിഅ്റാജിന്റെ നോമ്പ് നിഷേധിച്ചു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മിഅ്റാജിന്റെ നോമ്പ് വലിയ പുണ്യമുള്ളതാണെന്ന് ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി അവിടുത്തെ ഇഹ്യയിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം ബാജൂരി തങ്ങളതാ അവിടുത്തെ ആശിയത്തുൽ ബാജൂരിയിൽ പറയുന്നു സൗമ യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. സയ്യിദുൽ ബക്കരി തന്റെ ഇആനത്തു ത്വാലിബിൽ പറയുന്നു യുസന്നു സൗമ യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പകലിൽ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ആചാരങ്ങളാണ്. അതൊരിക്കലും ഒഴിവാക്കരുത്. രാത്രിയിൽ നല്ലപോലെ അല്ലാഹുവിനോട് സങ്കടപ്പെടണം. ഖുർആൻ നോക്കിയ ഓതാൻ അറിയാത്തവർക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അറിയില്ലേ, കുറച്ചതൊക്കെ ഓതിയിരിക്കൂ. അല്ലാഹുവിനോട് സങ്കടപ്പെടൂ. റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ മൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാ, അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ജീവിതമൊക്കെ അവതാളത്തിലായി പോയി. വയസ്സ് 75ആയി, 60ആയി, 40ആയി, 42ആയി, 50ആയി, 55ആയി, ഇങ്ങനെയുള്ളവരൊക്കെ സദസ്സിലുണ്ടല്ലോ. ചെറിയ മക്കളെ, ചെറുപ്പക്കാരെ, വലിയപ്പ കുറെ ജീവിച്ചു, ഞാനും അങ്ങനെ ജീവിക്കുമെന്ന് മനസ്സിലാക്കരുത്. എനിക്ക് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഞാൻ അടുത്തൊന്നും മരിക്കൂല എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി വന്നടിച്ച് മരിക്കുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്ന് അതൊരു വേദന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അതാ അവന്റെ ഇരങ്കുടലിൽ ക്യാൻസർ ആണ്. നഊദു ബില്ലാഹ്. ഷുഗറില്ല, പ്രഷറില്ല. ചെറുപ്പക്കാരാ, ഖബറിലേക്ക് എത്തിയിട്ട് കൈകടിച്ചിട്ട് കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് മുൻഗാമികളുടെ തരീഖിലൂടെ വഴിയിലൂടെ ജീവിച്ച് നല്ലതൊക്കെ കഴിവതും ചെയ്തു വല്ല അബദ്ധവും വന്നാൽ അല്ലാഹുവിനോട് പൊരുത്തപ്പെടിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റിയ മാസം ഇതാ നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നു. റമളാനുൽ ശരീഫ്.